കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഫീഡ്ബാക്ക് അറിയിക്കുകയുണ്ടായി, ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുകയുണ്ടായി. ക്യാമറയിൽ നമ്മൾ സംസാരിക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ എത്രമാത്രം അത് നമ്മുടെ കോൺഫിഡൻസിനെ എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടിട്ടുള്ള എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതിൽ വന്നിട്ടുള്ള 1-2 കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതിൽ ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ഞാൻ എന്നോട് തന്നെ എന്ത് ടോപ്പിക്കാണ് പറയുക എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട് എന്ന്. ഇത് സത്യമാണ് കേട്ടോ. ഈ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരുന്നതാണ്. എല്ലാ ദിവസവും ഇപ്പം ഞാൻ എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുക, അപ്പോൾ ടോപ്പിക്ക് കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മളത് നിർത്തി എന്നും വരും. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ജേർണി കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ട ഒന്നാണ്. നമ്മൾ 1-2 ദിവസം കൊണ്ട് നിർത്തി പോകേണ്ടതല്ല. എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അത് തുടരാനാണ് ബുദ്ധിമുട്ട്, അല്ലേ? അങ്ങനെ തുടരണമെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ജേർണിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡെയിലി സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന ഒരു ഹാബിറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തുടങ്ങി വെച്ചത് നമ്മൾ നിർത്തില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കോളും. അപ്പോൾ ആ മെത്തേഡാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഒരു നോട്ട്ബുക്ക് എടുക്കുക. 10 ദിവസമാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഡേ 1 നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ഏതാണെന്നുള്ളത് എഴുതാം. ഇങ്ങനെ 10 ദിവസങ്ങളിലായിട്ട് ഓരോ ടോപ്പിക്കുകൾ എഴുതി വെക്കാം. ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഞാൻ പറയാം. സാധാരണ നമ്മൾ കണ്ണാടിയുടെ മുന്നിലോ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിലോ അല്ലാതെയോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും, ഓക്കെ ഇന്ന് എന്തിനെ കുറിച്ചിട്ട് പറയാം, ഓക്കെ ഇന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്തു, ഓക്കെ നിർത്തി. 2ാമത്തെ ദിവസം ഈ ഒരു മോട്ടീവ് ചിലപ്പം ഇത്രത്തോളം ഉണ്ടാവണം എന്നില്ല. അതിനു പകരം ഈ പുസ്തകം നിങ്ങളുടെ മേശപ്പുറത്ത് ഡെയിലി നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് കാണുന്ന രീതിയിൽ വെക്കുമ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തുറന്നു നോക്കുമല്ലോ. തുറന്നു നോക്കാനുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. തുറന്നു നോക്കുമ്പോൾ ഈ ടോപ്പിക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. ആ ഡേ 1 കഴിഞ്ഞു, സോ കംപ്ലീറ്റഡ്. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ടിക്ക് ഇടാം. അവിടെ നമുക്ക് ഡേ 10ഉം ടിക്ക് മാർക്ക് വീഴുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ ഉറപ്പ് പറയാണ്, ടോപ്പിക്ക് ഷെഡ്യൂൾ ചെയ്യുന്ന മെത്തേഡ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്ത് അത് മുന്നോട്ട് പോകാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. തുടങ്ങാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാനാണ് ഏറ്റവും റിസ്ക്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ബുക്കും അതുപോലെ തന്നെ ഈ ടോപ്പിക് ഷെഡ്യൂളിംഗ് മെത്തേഡുമാണ്. സോ അത് ചെയ്യാൻ പറ്റുന്നവർ നിർബന്ധമായിട്ടും ചെയ്യുക. ഈ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ കൂടണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് പ്ലീസ് ഡു ഫോളോ.